UK പഠിക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളെ കണക്ട് ചെയ്യുമ്പം അവരൊക്കെ ഏറ്റവും വലിയ കൺസേൺ എന്താ വെച്ചാൽ UK ഇപ്പോൾ ജോലി കിട്ടുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് കിട്ടുമോ, ഒരു സ്കിൽഡ് വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങളൊരു 1 year മാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് ഇയർ ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ 2 year മാസ്റ്റേഴ്സ് 2 year കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എന്തുണ്ട് 18 മാസം സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്കൊരു 3.5 year UK നിൽക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ട്. കോഴ്സ് കഴിഞ്ഞു, ഒരു ഗ്രാജുവേറ്റ് വിസ കഴിഞ്ഞു, നമുക്ക് അടുത്തതാണ് നമ്മൾ സ്കിൽഡ് വർക്കർ വിസ, അല്ലെങ്കിൽ ഒരു സ്പോൺസറെ നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ജോലി കിട്ടണം. അപ്പോൾ സ്പോൺസറെ കണ്ടെത്തണമെങ്കിൽ സാലറി ത്രഷോൾഡ് ഒരു മാറ്ററാണ്. നമുക്കൊരു 41,700 pound നമുക്കൊരു ഇയർലി സാലറി കിട്ടുമെങ്കിൽ മാത്രമാണ് ഒരു സ്പോൺസർ നമ്മളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാവുള്ളൂ. അവിടെയാണ് സ്റ്റുഡൻസിൻ്റെ കൺഫ്യൂഷൻസ് ഉള്ളത്. അവിടെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഷോർട്ടേജ് ഓഫ് ഒക്കുപ്പേഷൻ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ISL ലിസ്റ്റിലുള്ള പ്രോഗ്രാംസാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെറിയ ചെറിയ ഡിസ്കൗണ്ട്സ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ NHS കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജോബിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് സാലറി ത്രഷോൾഡ് ചില ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. പല പാരാമീറ്റേഴ്സിലും നമുക്ക് സാലറി ത്രെഷോൾഡ് ഡിസ്കൗണ്ട് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ കോഴ്സും യൂണിവേഴ്സിറ്റിയും ലൊക്കേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറ്ററാണ്. നിങ്ങൾ അത്തരത്തിൽ ഒരു പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ UK പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്, സ്പോൺസർഷിപ്പ് ഉണ്ട്. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏണിങ്സ് കണ്ടെത്തുന്ന കൂടെ തന്നെ നമ്മളൊരു സ്പോൺസർഷിപ്പിലേക്ക് എത്താനുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്തു തുടങ്ങണം. 1.5 വർഷത്തെ നമ്മൾ ഈ സ്റ്റേ ബാക്ക് സമയത്ത് നമ്മൾ ആ സമയം UK എക്സ്പീരിയൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച കോഴ്സായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ജോബ്, ചെറിയ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് മേക്ക് ചെയ്യുക, നമ്മൾ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക, നമ്മൾ ഒരു നല്ലൊരു LinkedIn പേജ് പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു CV ഉണ്ടാക്കുക, നന്നായിട്ട് എന്തെങ്കിലും ഒരു ആഡ് ഓൺ പ്രോഗ്രാംസോ ആഡ് ഓൺ കോഴ്സുകളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക, എംപ്ലോയേഴ്സായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു ജോബിലേക്ക് എത്താനുള്ള ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. സോ നിങ്ങൾ സ്കൈമാർക്ക് എഡ്യൂക്കേഷനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളെ UK കൗൺസിലേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യൂ, നമ്മൾ ഹെൽപ്പ് ചെയ്യാം.